5 ഇന്റർനാഷണൽ നടത്തുന്ന പാരന്റ്സ് ട്രെയിനിങ്ങിലൂടെ സ്വാഗതം ചെയ്യാണ്. ഇറ്റ്സ് മീ അസ്ലത്ത് മൻസൂർ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് സ്കൂൾ കൗൺസിലർ ഓഫ് ഹാമിലോം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ. ആദ്യം തന്നെ സ്വന്തം പാരന്റിന് വേണ്ടി ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഇപ്പൊക്കെ നല്ലൊരു പേരെല്ലാവരും. പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാ? യെസ്, വെരി ഗുഡ്, സമയമാണ് അല്ലേ? The best gift we can give our children is our time. അതെങ്ങനെയൊക്കെ ആവാം? ക്വാളിറ്റി ടൈം, സ്പെൻഡിങ് ക്വാളിറ്റി ടൈം. അതെന്ത് ചെയ്യും? നല്ല ക്വാളിറ്റി ടൈം ആണ് മക്കൾക്ക് കൊടുത്താൽ അതെന്ത് ചെയ്യും? അവരെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും അല്ലേ? സോ നിങ്ങളെല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കൊടുത്തിവിടെ വന്ന് കാട്ടിലെ പുലിക്കുട്ടിയുടെ അടുത്തെത്തി. കാട്ടിലെ പുലിക്കുട്ടി ആരാണ്? കാട്ടിലെ പുലിക്കുട്ടി സിംഹന്. കാട്ടിലെ പുലിക്കുട്ടി പുലിയതല്ലേ? കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിന്റെ അടുത്തെത്തി. ആർക്കും കിട്ടിയിട്ടില്ല അല്ലെ? അതെന്തുണ്ടായി? ഞാൻ പറഞ്ഞല്ലേ ഈ കാര്യം. പോയിട്ട് എല്ലാവരും അവരെ കാണുമ്പോഴുള്ള സന്തോഷം അവരെ ചേർത്ത് പിടിക്കാൻ. എങ്ങാനും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സോറി ഇപ്പൊ പറയണമെന്ന ഇനി ചെയ്യാൻ ശ്രമിക്കാം. My dear parents, you are the great parents. You are the best parents. You are the real heroes in the world. Sure, you are the real heroes of your children. Of course, you can. നിങ്ങൾക്കാവാം. ഈ ലോകം കണ്ട ഏറ്റവും നല്ല പാരന്റ്സ് ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Please open your eyes. പിന്നെ വന്നാലും ഓർക്കുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സിന് ശരിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വന്നത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുമെങ്കിൽ അതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് ഒരുപാട് താങ്ക് യു. കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. വന്നുള്ള വർക്കിന്റെ സ്ട്രെസ്സും തന്നെ ഇത്രയും നേരം ഒരുപാട് എൻജോയ് ചെയ്ത് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല സ്ട്രെസ് ആയിരുന്നു. അപ്പോൾ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വന്നത്. മോനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. പക്ഷെ ആ വന്നത് വെറുതായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഞാനൊന്ന് ബാഗിൽ തോന്നി ഭയങ്കരമായിട്ട് ഇമോഷണലായി ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോൾ. ഇനിയൊന്നും